ഇത് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഒരു സാധാരണ യാത്രയല്ല ഇത്. ഒരു ആംബുലൻസിൻ്റെ ശബ്ദം മാത്രമല്ല. ഇത് ജീവിതവും മരണവും തമ്മിലുള്ള നിശബ്ദമായ ഒരു സംഭാഷണമാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ്. പക്ഷേ അത് ഒരു ശരീരഭാഗം മാത്രമല്ല. ഒരുപാട് ഓർമ്മകളുടെ, സ്നേഹങ്ങളുടെ, സ്വപ്നങ്ങളുടെ അവസാന സമ്മാനമാണ്. ഈ ഹൃദയത്തിനൊരു കഥയുണ്ട്. ഒരിക്കൽ ഇത് ചിരിച്ച്, കരഞ്ഞ്, സ്നേഹിച്ച് ജീവിതത്തെ അതിൻ്റെ മുഴുവൻ താളത്തോടും ചേർത്ത് ആസ്വദിച്ചു. ഇന്ന് ആ താളം ഒരു ശരീരത്തിൽ നിൽക്കുകയാണ്. പക്ഷേ അതോടെ എല്ലാം അവസാനിക്കുന്നില്ല. അപരിചിതനായ മനുഷ്യൻ്റെ ഹൃദയം വീണ്ടും മറ്റൊരാൾക്ക് വീണ്ടും ശരീരത്തിനുള്ള വലിയ അനുഗ്രഹമായി മാറുന്നു. ഹൃദയദാനം എന്നത് മരണത്തിൻ്റെ കഥയല്ല, അത് ജീവൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. ഒരാൾ പോയാലും അവൻ്റെ സ്നേഹം, അവൻ്റെ ജീവൻ മറ്റൊരാളിൽ തുടരുമെന്ന മഹത്തായ വിശ്വാസം. ഈ യാത്രയിൽ നമ്മൾ കാണാത്ത ഒരുപാട് കണ്ണീരുണ്ട്, നമ്മൾ കേൾക്കാത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. വേദനയോട് ഒരാൾക്ക് ജീവൻ നൽകാൻ സമ്മതം പറഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ ധൈര്യവും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. അവരുടെ മനസ്സ് എത്ര വലുതാണെന്ന് വാക്കുകൾക്ക് പോലും പറയാൻ കഴിയില്ല. സ്വന്തം വേദനകൾക്കിടയിൽ മറ്റൊരാളുടെ ജീവിതം തിരിച്ചു നൽകാൻ കഴിയുന്നത് ദൈവികമായൊരു തീരുമാനമാണ്. ഇപ്പോൾ ഈ ഹൃദയം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ വാതിൽ കടക്കുകയാണ്. അകത്ത് കാത്തിരിക്കുന്ന ഒരു ജീവിതമാണ്, ഒരു കുടുംബമാണ്, ഒരു പ്രതീക്ഷയാണ്. ഒരു സെക്കൻഡ് ഇവിടെ വിലപ്പെട്ടതാണ്. ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥന പോലെ മാറുന്നു. ഡോക്ടർമാരുടെ കൈകൾ ഇപ്പോൾ ദൈവത്തിൻ്റെ കൈകളായി മാറുന്നു. നഴ്സുമാരുടെ കണ്ണിൽ ഉറങ്ങാത്ത കരുണ കാണാം. ഈ നിമിഷം അവർക്കൊരു ജോലി മാത്രമല്ല, അതൊരു ദൗത്യമാണ്. ഇവിടെ നടക്കുന്ന ശസ്ത്രക്രിയ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു മഹത്തായ അത്ഭുതമാണ്. ഒരാൾ നൽകിയ ഹൃദയം മറ്റൊരാളുടെ നെഞ്ചിൽ പുതിയ ജീവിതവുമായി മിടിക്കാൻ തുടങ്ങുന്ന നിമിഷം അത് നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതം എത്ര വിലപ്പെട്ടതാണ് എന്ന്, സ്നേഹം എത്ര ശക്തമാണ് എന്ന്, മനുഷ്യത്വം എത്ര വലുതാണ് എന്ന് ഈ ഹൃദയം നമ്മോട് പറയുന്നു. ഞാൻ പോയാലും എൻ്റെ താളം മറ്റൊരാളിൽ തുടരും. എൻ്റെ ജീവൻ മറ്റൊരു ജീവൻ്റെ പ്രകാശമാകും. ഇന്നിവിടെ ഒരാൾക്ക് വീണ്ടും അമ്മയെ വിളിക്കാൻ കഴിയും, അച്ഛനായി ജീവിക്കാൻ കഴിയും, മകനായോ മകളായോ സ്വപ്നങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് നമുക്ക് തലകുനിക്കാം. ഈ ഹൃദയത്തിന് നമുക്ക് ആദരം നൽകാം. ജീവൻ നൽകിയ അപരിചിതനായ ഒരു മനുഷ്യനും അവൻ്റെ കുടുംബത്തിനും ഈ ഹൃദയം സുരക്ഷിതമായി എത്തിച്ചവർക്കും ജീവൻ തിരികെ നൽകിയ എല്ലാ കൈകൾക്കും നമ്മുടെ നന്ദി. ഒരു ഹൃദയത്തിൻ്റെ കഥയല്ല ഇത്, ഒരു മനുഷ്യൻ്റെ എക്കാലത്തെയും മിടിക്കുന്നൊരു കഥയാണ്. കാത്തുനിൽക്കുന്ന ഈ മുഖങ്ങൾ ഓരോന്നിനും സ്വന്തം വേദനയുണ്ട്. ചിലർക്കത് പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ്, ചിലർക്ക് ഭയത്തിൻ്റെ നിമിഷങ്ങൾ. എങ്കിലും എല്ലാവരെയും ഒരേ താളത്തിൽ കൂട്ടിയിരുത്തുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹമാണ്. ഈ ഡോക്ടർമാരുടെ കണ്ണുകളിൽ ഉറക്കമില്ല, എങ്കിലും അവിടെ ക്ഷീണം കാണില്ല. കാരണം അവരുടെ മുന്നിൽ ഇതൊരു കേസ് അല്ല, ഒരു മനുഷ്യ ജീവിതമാണ്. നഴ്സുമാരുടെ ഓരോ ചുവടിലും കരുതലുണ്ട്, ഓരോ കൈത്താങ്ങിലും സ്നേഹമുണ്ട്. ഈ നിമിഷങ്ങളിൽ അവർ ഒരു പ്രൊഫഷണൽ മാത്രമല്ല, ഒരു കുടുംബമായി മാറുന്നു. അവിടെ ഒരു മൂലയിലിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു ചിലർ. അവർക്ക് വാക്കുകളില്ല, കണ്ണുനീർ മാത്രമാണ് സംസാരിക്കുന്നത്. സ്വന്തം വേദന മറിച്ച് മറ്റൊരാളുടെ ജീവിതം കാത്തു നിൽക്കാൻ അവരുടെ മനസ്സ് വളരെ വലുതാണ്. ഇവിടെ സമയം പോലും ശ്വാസം പിടിച്ചു നിൽക്കുന്ന പോലെ ഓരോ സെക്കൻഡും വലിയ പ്രതീക്ഷയായി മാറുന്നു. വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ശ്വാസം പിടിക്കുന്നു. ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്. മനുഷ്യൻ്റെ സ്നേഹവും ശാസ്ത്രത്തിൻ്റെ ശക്തിയും ഒന്നിച്ചുകൂടുന്നത് അത്യപൂർവ നിമിഷം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഒറ്റയാളുകളല്ലെന്ന്. ഒരു ജീവൻ രക്ഷിക്കാൻ എത്രയോ കൈകൾ ഒന്നിച്ചു നിൽക്കുന്നു എന്ന്. ഈ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുമ്പോൾ അതൊരു വീഡിയോ അല്ല, മനുഷ്യത്വത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഈ ആശുപത്രിയുടെ മതിലുകൾ അന്ന് ഒരു കാര്യം നിശബ്ദമായി പറയുന്നു:
ജീവൻ ഇവിടെ ഒറ്റയ്ക്ക് മിടിക്കുന്നില്ല, ഒരുമിച്ചാണ് മിടിക്കുന്നത്. താങ്ക് യു.